എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീലക്കുറിഞ്ഞി ബയോഡൈവേഴ്സിറ്റി ക്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പരിസ്ഥിതി ദിന ക്യൂസ് കൂടി കാണുക. അത് നിങ്ങളുടെ ക്യൂസിന് വളരെയധികം ഉപകാരം ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൺ. ജൈവ വൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം ഏത്? 2011 മുതൽ 2020 വരെ. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏത്? ചാലക്കുടി പുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഏത്? ഉടുമ്പന്നൂർ. കേരളത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിൽ എത്ര കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിലുള്ളത്? 19 കേന്ദ്രങ്ങൾ. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏത്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിൽ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നീലക്കുറിഞ്ഞി ബയോഡൈവേഴ്സിറ്റി ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യൂസ് ബുക്കിന്റെ വിജയാശംസകൾ.